ജനം ഡിബേറ്റ് തുടരുന്നു. ചർച്ചയുടെ അടുത്ത അരമണിക്കൂറിലേക്ക് പോവുകയാണ്. ഉല്ലാസ് ബാബു ഉന്നയിച്ച 15 ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഒറ്റ ചോദ്യമാണ് ശ്രീ എൻ പീതാംബരക്കുറുപ്പിനോട് ഉല്ലാസ് ചോദിച്ചത്. അതിനുള്ള മറുപടി ഞാൻ ശ്രീ എൻ പീതാംബരക്കുറുപ്പിൽ നിന്ന് തേടുകയാണ്. ശ്രീ എൻ പീതാംബരക്കുറുപ്പ്, കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ പ്രമേയം പാസാക്കുമ്പോൾ കാണിക്കാറുള്ള ആ ഐക്യവും ഒരുമയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഉല്ലാസ് ബാബു ചോദിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം വെച്ചങ്ങനെ നിരന്തരം പ്രശ്നമുണ്ടാക്കൽ കോൺഗ്രസിൻ്റെ ഒരു പതിവ് രീതിയല്ല. ആ പതിവ് രീതിയും സൗമ്യമായ ഭാഷയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിരന്തരം പ്രശ്നം, അതാണ് ഉല്ലാസ് ബാബു പ്രയോഗിച്ച ഭാഷ. ഈ വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ശ്രീ എൻ പീതാംബരക്കുറുപ്പ്. പ്രിയപ്പെട്ട ഉല്ലാസ് ബാബുവിൻ്റെ യുവത്വത്തിൻ്റെ ആ സജീവത ഞാൻ വളരെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ തന്നെ എടുക്കുകയാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ മാർഗം വ്യത്യസ്തമാണ്, രീതി വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന രണ്ടു തരം പ്രത്യക്ഷ ഗുണ്ടായുസങ്ങളുണ്ട്. ഒന്ന് കായിക ഗുണ്ടായുസം, വേറൊന്ന് ലിംഗ്വൽ ഗുണ്ടായുസം, അതായത് വാചക ഗുണ്ടായുസം. വാചക ഗുണ്ടായുസം പരിശീലിച്ച മാർക്സിയൻ സമൂഹം ജനങ്ങളെ അവരുടെ കാത് പൊട്ടുന്ന തരത്തിൽ കളവ് പറഞ്ഞ്, ഇല്ലാത്തത് പറഞ്ഞ്, തത്വജ്ഞാനത്തിന്റെ രൂപത്തിൽ വൈകൃതമായി എന്തും പറഞ്ഞ് അടയ്ക്കുകയും അതിൻ്റെയൊക്കെ ആദായം മറുവഴിക്കൂടി ഒഴുക്കി അവരെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി ഇതിപ്പോൾ ഇംഗ്ലണ്ട് അല്ലല്ലോ. ജനാധിപത്യം ശക്തിപ്പെട്ട് നാം കണ്ട ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ടിൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അഴിക്കകത്ത് കിടന്നേ വർത്തമാനം പറയൂ. ഇവിടെ അട്ടഹാസവും തോന്നിയാസവും കയ്യൂക്കം കാണിച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നൊരു നില വന്നിരിക്കുന്നു. കോൺഗ്രസ് ആ മാർഗമല്ല ജനങ്ങളോട് പറയുന്നത്. ആ മാർഗമല്ല കോൺഗ്രസ് പ്രവർത്തനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ മാർഗം മുട്ടാപ്പോക്കുകാരൻ്റെയും തട്ടിപ്പുകാരൻ്റെയും മാർഗമാണ്. അത് കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഏതാണ്ടൊരു നൂറ്റാണ്ടുകാലം നീണ്ടു നിന്ന കോൺഗ്രസിൻ്റെ പ്രക്ഷോഭ സമരങ്ങളിൽ സഹിഷ്ണുതയും മാന്യതയും പ്രതിപക്ഷ ബഹുമാനവും നിലനിർത്തി ജനങ്ങളുടെ ബലത്തിലൂടെ നമ്മുടെ കാര്യങ്ങൾ മാന്യമായി നടത്തിയെടുക്കുന്ന സമ്പ്രദായമാണ് ജനാധിപത്യത്തിലൂടെ കോൺഗ്രസ് ശീലിച്ചു പോരുന്നത്. കോൺഗ്രസിന് ആ വഴി വിട്ടു പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ആ പേര് ഇല്ലാതാവുകയും മറ്റൊരു പാർട്ടിയായി മാറുകയും ചെയ്യും. ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ വാചക ഗുണ്ടായുസം കൊണ്ട്, എന്തും ആരെയും പറയുന്ന ഗുണ്ടായുസം കൊണ്ട്, ആയുധം കാണിച്ച് അഴിഞ്ഞാടുന്ന ഗുണ്ടായുസം കൊണ്ട് അധികാരം കൂടി അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പോലീസിനെ പറ്റി, നമ്മുടെ വാളയാർ സംഭവത്തെ പറ്റി പോലീസിന് കോടതി ചില കമന്റുകൾ കൊടുത്തല്ലോ. അവരും കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റിൽ കയറുന്നവർക്ക് ആ കാക്കിയുണ്ട്, പോസ്റ്റ്മാന് കാക്കിയുണ്ട്, തോട്ടികൾക്ക് ഇടയ്ക്ക് കാക്കി ഉണ്ടായിരുന്നു, പോലീസുകാർക്കും കാക്കിയാണ്, ട്രാൻസ്പോർട്ടുകാർക്കും കാക്കിയാണ്. ബട്ട് ദ പോലീസ് നന്നായിട്ട് ചെയ്യേണ്ടത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു കടമ നിർവഹിക്കാൻ അവരെ രാജ്യവും ഭരണഘടനയും ഏൽപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന് പകരം അവർ റാൻമൂളുകളായി കുനിഞ്ഞു നിന്ന് ഏത് ആജ്ഞയും ഏറ്റെടുത്ത് ഈ യജമാനന്റെ ശത്രുവിന്റെ നെഞ്ചത്ത് പാഞ്ഞു കയറുകയാണ് അവർ ചെയ്യുന്നത്. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ബഹുജന സമൂഹമാണ് മുന്നോട്ട് വരേണ്ടത്. അവരാണ് കയർക്കേണ്ടത്, അവരാണ് എതിർക്കേണ്ടത്. ഇപ്പൊ വ്യക്തിപരമായി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഇത്രയേറെ അഴിമതികൾ ഉയർത്താൻ ശക്തമായി അതിന്റെ അടിസ്ഥാനത്തോടെ പറയാൻ ഒരു പക്ഷേ മറ്റൊരു കക്ഷി. പക്ഷേ ശ്രീ എൻ പീതാംബരക്കുറുപ്പ്, പല വിഷയങ്ങളിലും ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരംഭിച്ചതിന് ശേഷവും തെരുവിലാകട്ടെ സഭയ്ക്കകത്താകട്ടെ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രക്ഷോഭങ്ങൾക്ക് അത്ര തീക്ഷ്ണത പോരാ എന്ന ഒരു തോന്നൽ സാമാന്യേന ഉണ്ടാകുന്നുണ്ട്. അത് ശരിയാണോ? ഇപ്പോൾ സഭയ്ക്ക് പുറത്താണെങ്കിൽ തെരുവിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് അത്ര മൂർച്ചയില്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആ വിഷയം ഉന്നയിക്കപ്പെട്ട ആദ്യ നാളുകളിലൊക്കെ ബി.ജെ.പിയും യുവമോർച്ചയും
ഒക്കെയാണ് പ്രക്ഷോഭത്തിൽ സജീവമായി മുന്നോട്ട് വന്നത്. അപ്പോഴും യൂത്ത് കോൺഗ്രസ് ഒക്കെ എത്താൻ മടിച്ചു, നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഒരു പിന്നോട്ട് പോക്ക് കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ, പ്രധാനമായും CPM-നെ നേരിടുന്നതിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കേരളീയ സമൂഹം വളരെ പ്രബുദ്ധമാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ ഒരു ജനതയുടെ മുമ്പിൽ, വിശിഷ്യ തലസ്ഥാന നഗരം പോലെ ഒരു സ്ഥലത്ത് സമരം ആയുധപ്രയോഗവും അട്ടഹാസവും അസഭ്യവർഷവുമാക്കി മാറ്റുകയല്ല കോൺഗ്രസിന്റെ സാധ്യമായ നടപടി. അതിശക്തമായി പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ, എതിർക്കാൻ, വിമർശിക്കാൻ, ആക്രമിക്കാൻ, വസ്തുതകൾ വ്യക്തമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് മറ്റ് പൊതുജന സമൂഹത്തിലെ പല രാഷ്ട്രീയ കക്ഷികളും പല പ്രസ്ഥാനങ്ങളും ആവേശമായി അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ജനം ഏറ്റെടുക്കേണ്ട നിരവധി വസ്തുതകൾ ജനമധ്യത്തിൽ ഇട്ടുകൊടുക്കാൻ കോൺഗ്രസിന് തന്നെയാണ് സാധിച്ചത്. ആ കാര്യത്തിൽ തർക്കമില്ല. ഈ സ്പ്രിംഗ്ലർ ഇടപാട് തൊട്ട്, കള്ളക്കടത്ത് തൊട്ട്, പിന്നെ കസ്റ്റംസ് വഴി നടന്നിട്ടുള്ള ഏർപ്പാടുകൾ തൊട്ട്, പിന്നെ ഡോളർ കയറ്റി അയക്കുന്നത് തൊട്ട് എത്ര അഴിമതികളുടെ പെരുമഴയാണ് നിയമസഭയിലും പുറത്തും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കോൺഗ്രസിന് സാധിച്ചത്. അന്ന് കോൺഗ്രസിനോളം മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും ഇവിടെ സാധിച്ചിട്ടില്ലെന്നുള്ളൊരു വസ്തുത. ദാറ്റ് യു നോ ബെറ്റർ ദാൻ മീ. അത് അങ്ങ് ചെയ്യുന്ന ചുമതലയുടെ പേരിൽ തന്നെ ധാരാളം ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടും. അതുകൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ ആവേശകരമായ പ്രോജ്വലത്തായ സമരമൂർച്ച ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ, പ്രതിഷേധ മൂർച്ച ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് അങ്ങനെയല്ലേ സാധിക്കൂ? അല്ല, കല്ലെടുത്തെറിയുവാനും കാലടിച്ചൊടിക്കുവാനും പ്രതിപക്ഷം നാളെ രാവിലെ മടലും വെട്ടി കത്തി വേണ്ടി ചെല്ലാൻ പറ്റില്ല. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിയമവും ലക്ഷ്യവും അല്ല. അപ്പൊ മൂർച്ചയുള്ള സമരങ്ങൾ ഉണ്ടാക്കാൻ രണ്ട് തരത്തിൽ ഉണ്ടാക്കാം. ഒന്ന്, വണ്ടികൾ കത്തിക്കാം. മറ്റൊന്ന്, ജനങ്ങൾക്ക് ഏറ്റവും വലിയ അസൗകര്യം ഉണ്ടാക്കാം. ഇത് രണ്ടും കോൺഗ്രസിന്റെ പദ്ധതികളല്ല. അപ്പൊ കോൺഗ്രസ് ഒരു സമരം ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്നത് കോൺഗ്രസിന്റെ ശൈലിയിലും ശാസ്ത്രത്തിലും സംസ്കാരത്തിലും നിന്നുകൊണ്ടാണ്. ശരി. കോൺഗ്രസിന്റെ ശൈലിയിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് പാർട്ടി ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ശ്രീ N. പീതാംബരക്കുറുപ്പ് പറയുന്നത്. ഇനി ഞാൻ ഹസ്കറിലേക്ക് വരാം. 15 ചോദ്യങ്ങളാണ് ശ്രീ ഉല്ലാസ് ബാബു ഉന്നയിച്ചത്. 15 ചോദ്യങ്ങൾക്കും മറുപടി നൽകാനുള്ള സമയം നമുക്കില്ല. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ പെട്ടെന്ന് ഹസ്കർ. ഞാൻ സുബീഷ്, അതിൽ ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതൻ ഉല്ലാസ് ബാബുവിനോട് ഒരു മറുചോദ്യം ചോദിച്ചോട്ടെ. അങ്ങ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി, ഈ വിഷയത്തിൽ വന്ന വിധി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഒരു മറുചോദ്യം ഉല്ലാസിനോടുള്ള മറുചോദ്യമാണ്, ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ ഉല്ലാസ് ബാബു തയ്യാറാണോ എന്ന്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിച്ചും അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചും പോരുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് ശ്രീ സുബീഷ്. ഞാൻ അല്ലാതെ ഹസ്കറിൻ്റെ രാഷ്ട്രീയ സംഘടനയെ പോലെ അവനവൻ്റെ ചിന്താഗതിക്കും അവനവൻ്റെ പ്രത്യയശാസ്ത്രത്തിനും അനുസരിച്ച് മാത്രം ജീവിച്ച് ഹൈക്കോടതിയുടെ മുമ്പിൽ ബസ്സിൻ്റെ മുകളിൽ കയറിയിരുന്ന് വെല്ലുവിളിച്ച് കോടതിയിലെ ജഡ്ജിയെ ചുംബനെന്ന് വിളിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്തം കാണിക്കുന്ന സംഘടന പ്രതിനിധിയല്ലല്ലോ സുബീഷ്. എന്നോട് ചോദിക്കേണ്ട ചോദ്യം അങ്ങനെയല്ലല്ലോ. അങ്ങയോട് ചോദിച്ച ചോദ്യം വളരെ വ്യക്തമല്ലേ? ഹൈക്കോടതി അങ്ങ് പറയൂ. ഉല്ലാസ് ബാബു ചോദിച്ച 15 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ വിധിന്യായത്തിൽ തന്നെയുണ്ട്. അങ്ങ് ചോദിച്ചത് ലൈഫ് മിഷന്റെ യൂണിടാക്കുമായിട്ടോ അല്ലെങ്കിൽ ലൈഫ് മിഷനും റെഡ് ക്രസന്റുമായി നടത്തിയിട്ടുള്ള കരാറിന്റെ നാൾവഴികളിലേക്കാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ കെടുതികളിലൊന്ന് പ്രളയമായിരുന്നു. ആ പ്രളയത്തെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തെ നിർധനരായിട്ടുള്ള പാവങ്ങളുടെ വീടുകളും അവരുടെ ജീവന ഉപാധികളുമൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ക്യാപ്റ്റൻ, മുഖ്യമന്ത്രി, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന്, ഈ പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം UAE പോവുകയും അദ്ദേഹം UAE പ്രവാസികളോടും മറ്റും, അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അങ്ങയുടെ ഗവൺമെൻറ് എന്താ ചെയ്തത്? വിദേശ സഹായം സ്വീകരിക്കുന്നതെന്ന് ഗവൺമെൻറ്റിനെ വിലക്കി.
നമ്മുടെ പാവപ്പെട്ടവരുടെ വീടെന്ന സ്വപ്നം, അവരുടെ ജീവനോപാധികൾ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ അവരുടെ അന്നത്തിൽ മണ്ണുവാരിയിട്ട ഗവൺമെന്റും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് BJP. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. 2, UAE കേന്ദ്ര സർക്കാരിന്റെ ആ നടപടികളെ കുറിച്ചല്ല ഞാൻ വിമർശിക്കുന്നത്, മറിച്ച് കേന്ദ്ര UAE ലൈഫ് മിഷനും റെഡ് ക്രസന്റുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഈ കരാറ് റെഡ് ക്രസന്റ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കേരളം സന്ദർശിക്കുവാൻ എത്തുന്നു എന്നുള്ള വിവരം ഒരു ദിവസം മുമ്പ് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ അറിവ് ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ കരാർ തയ്യാറാക്കേണ്ടത്, ആ സമയബന്ധിതമായി ആ കരാർ തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഞാനിപ്പോൾ സമ്മതിച്ചു തരാം, ആ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 3ാമത് റെഡ് ക്രസന്റും ലൈഫ് മിഷനുമായി തട്ടുന്ന കരാറിൽ 3ാമത് കരാറുകൾ തയ്യാറാക്കാമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് ആണ് ക്രിമിനൽ കോൺസ്പിറസി ആയിട്ടും മാസ്റ്റർ മൈൻഡായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടിട്ടുള്ളത്. അത് വസ്തുത നിലവിലിരിക്കെ ആ വസ്തുതകളെ വളച്ചൊടിക്കുന്ന തരത്തിൽ അത് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന വിചിത്രവാദവുമായി ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്. ആ വിധിന്യായത്തിന്റെ 51, 52, 53 അല്ല ഹസ്കറെ, അത് ഈ ഗവൺമെന്റിന് പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകുമല്ലോ. ആ രാഷ്ട്രീയവാദം അതിൽ പുലർന്നു വരുന്ന ഒരു സർക്കാരല്ലല്ലോ കേരളത്തിലുള്ളത്, ഇന്ത്യയിലായാലും. 2, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ആ കരാറിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഞാൻ പല ചർച്ചകളിലും തുറന്നു സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാന സർക്കാരോ സംസ്ഥാന ഏജൻസികളോ ഒരു പണം ഇവിടെ സംസ്ഥാന സർക്കാർ എവിടെയാണ് പണം സ്വീകരിച്ചത്? അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ഏജൻസി ഇവിടെ വിദേശ ഫണ്ട് സ്വീകരിച്ചോ? ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചോ? ഫോറിൻ കറൻസി സ്വീകരിച്ചോ? ഇല്ലല്ലോ. ഇവിടെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് UAE കോൺസുലേറ്റ് ജനറലും അതുപോലെ യുണിടാക്കുമായിട്ടാണ്. ആ ഫോറിൻ കറൻസിയുടെയും കോൺട്രിബ്യൂഷൻ്റെയും വയലേഷൻ നടത്തിയിട്ടുള്ളത് യുണിടാക്കും UAE കോൺസുലേറ്റുമാണ്. അത് കൃത്യമായി ഹസ്കർ ഒറ്റ മിനിറ്റ് ഉല്ലാസ് ബാബു, അതാണ് എതിർവാദം. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്നതാണ് എതിർവാദം. ഉല്ലാസ് ബാബു. സുബീഷ്, അതിനകത്ത് വ്യക്തമായിട്ടുള്ള ആദ്യം പറഞ്ഞൊരു കാര്യത്തിന് മറുപടിയുണ്ട്, ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് മറുപടിയുണ്ട്. വളരെ സ്പീഡിൽ പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു തരാം. ഈ കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ UAE പോയി ഭിക്ഷയെടുത്ത് യാചിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിനോട് മണ്ണ് തിന്നാൻ പറഞ്ഞു എന്ന് ഹസ്കർ പറഞ്ഞു. എന്ത് വിരോധാഭാസമാണ് ഈ ഹസ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്? മുത്തൻ നുണയല്ലേ? 600 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്തു കേന്ദ്രം. അത് കഴിഞ്ഞ് 5208 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൊടുത്ത് പ്രളയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ റീബിൽഡ് കേരളയ്ക്ക് വന്ന പൈസ കാർ പാലസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് കാറിന്റെ ആക്സസറിയിൽ കൊടുത്ത കാശ് ഏത് അടിസ്ഥാനത്തിലായിരുന്നു? ഏത് രാഷ്ട്രീയക്കാരന്റെ മക്കളായിരുന്നു ഇടപെട്ടത്? ഹസ്കറെ, നിങ്ങൾക്കൊന്നും അറിയാത്ത പോലെ നിങ്ങൾ സംസാരിക്കുകയാണോ? പിന്നെ യൂണിടെക്കും അതുപോലെ തന്നെ UAE കൗൺസിൽ തിരുവനന്തപുരവും തമ്മിൽ അഗ്രിമെന്റ് ഉണ്ടാക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അഗ്രിമെന്റ് ഉണ്ടാക്കിയത്? ലൈഫ് മിഷനായിട്ടല്ലേ അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത്? റെഡ് ക്രസന്റുമായിട്ടല്ലേ അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത്? അതൊരു 3ാമത് ഒരു പാർട്ടിയുമായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ എന്താ അടിസ്ഥാനമായിരുന്നത്? യൂണിടെക്കും അതുപോലെ തന്നെ ഹാബിറ്ററ്റിൽ നിന്ന് ഒരു കാര്യവുമില്ലാതെ യൂണിടാക്കിലേക്ക് വന്നതിന്റെ വഴി എന്താ ഹസ്കറെ? ഈ യൂണിടാക്കും UAE കൗൺസിലേറ്റ് തിരുവനന്തപുരവും തമ്മിൽ ഒരു സർക്കാരിന്റെ ഇത്ര കോടി രൂപയുടെ കരാർ ഉണ്ടാക്കാനായിട്ട് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തടിസ്ഥാനത്തിലാണ് UV ജോസ് ഒപ്പിട്ടത്? ഏതടിസ്ഥാനത്തിലാണ് AC മൊയ്തീൻ അംഗീകരിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിരിച്ചു വരുത്തിയത്? എന്തടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ പോയി കൊണ്ടുവന്ന പൈസ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന പൈസ ഇവർ തമ്മിലുണ്ടാക്കിയ കരാറിന്റെ പ്രകാരം റിലീസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത്? ഏതടിസ്ഥാനത്തിൽ ആ പൈസയും വെച്ച് 8 ലക്ഷം രൂപ കൊടുത്ത സമയത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് സർക്കാർ ഭൂമിയിൽ ഇത് പണിയാൻ തീരുമാനിച്ചത്? ആ അഗ്രിമെന്റ് തന്നെ കള്ളത്തരമായിരുന്നു. അതിന്റെ പുറകിൽ നിന്ന കറുത്ത കരങ്ങൾ പിണറായി വിജയന്റെയും AC മൊയ്തീന്റെയും ശിവശങ്കരന്റെയും അതുപോലെ തന്നെ UV ജോസിന്റെയും അതുപോലെ തന്നെ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും കൂടെയാ. നിങ്ങളുടെ നിയമവകുപ്പ് സെക്രട്ടറി അത് ചൂണ്ടിക്കാണിച്ച് നോട്ട് എഴുതിയിട്ടുണ്ട് ഹസ്കറെ. എന്നോട് ചോദിക്കാണ്ട് നിങ്ങൾ പോയി സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിന്റെ സെക്രട്ടറിയോടൊന്ന് ചോദിക്കുക, അങ്ങ് കൊടുത്തിട്ടുള്ള നോട്ടിനകത്ത് ഇത് തെറ്റായിരുന്നു എന്നും ഇത് ശരിയല്ല എന്നും നിയമത്തിന് വിധേയമല്ല എന്നും എഴുതിയിട്ടില്ല എന്ന്. ഇതൊന്നും അറിയാത്ത പൊട്ടനെ പോലെ നിങ്ങൾ അഭിനയിക്കുകയാണോ മാധ്യമവർഗത്തിന് മുമ്പിൽ? കോടിക്കണക്കിന് രൂപ കേന്ദ്രം കൊടുത്തില്ല, മണ്ണ് തിന്നാൻ പറഞ്ഞുവെന്ന്. എന്ത് ശുദ്ധ അസംബന്ധമാണ് അങ്ങയെ പോലെയുള്ള ഒരു നിയമ വ്യക്തി ഇത് പറയുന്നത്? മോശമല്ലേ? ഹസ്കർ
മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന്. ഉല്ലാസ് ബാബു, അങ്ങ് പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ഭാഗമായി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും എന്തിന് നിയമസഭയെ പോലും ഈ നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരാണെന്ന് കഴിയില്ല എന്ന വിലയിരുത്തലിലെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. അങ്ങ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിഷയത്തിൽ വന്ന ഇന്നലെ 12/1/2021 വന്ന വിധി അങ്ങ് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന്. അത് തെറ്റിദ്ധാരണാജനകമാണ്. ഹസ്കർ പറയുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. നിങ്ങളുടെ പ്രതി കൊടുത്ത പരാതിയാണ്, നിങ്ങളുടെ പ്രതികൾ ഫയൽ ചെയ്ത പെറ്റീഷനാണ്. അതിന്റെ കുറിച്ച് കാര്യം പറയുന്ന സമയത്ത് നോക്കൂ, ഇതിനകത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ നയപരമായ തീരുമാനമെടുക്കുന്ന സമയത്ത് മന്ത്രിമാർക്ക് പങ്കാളിത്തം ഉണ്ടായിരിക്കില്ല, അവരെ ഫ്രീ ആയി വിട്ടിരിക്കുന്നു എന്ന് ഹൈക്കോടതി പരിപൂർണമായി പറഞ്ഞിട്ടില്ല. അതിനകത്ത് സാധ്യതകളുണ്ട്. അയാ വാക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, പരിപൂർണമായി വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിപൂർണമായി വായിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ഒരു മന്ത്രിമാർക്കും എങ്ങനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഗവൺമെന്റ് സെക്രട്ടറിയും ലൈഫ് മിഷൻ ചെയർമാനും ഇടപെട്ട ഒരു വിഷയത്തിൽ പങ്കാളിത്തമില്ല എന്ന് നിങ്ങൾ പറയുന്നത്? എങ്ങനെയാണ് പറയുന്നത്? അല്ല ഹസ്കർ, അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നത് CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ലേ ഉചിതം. നമ്മൾ ഈ ഒരു വാക്കേറ്റം ഒരു ബഹളം എന്തിനാണ്? CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അത് കണ്ടെത്തട്ടെ. അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും പുറത്തു വരട്ടെ. അതിനെയും സ്വാഗതം ചെയ്യൂ. നമ്മുടെ നാട്ടിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു കീഴ്വഴക്കം ഉണ്ടായാൽ അത് നാളെ ആ കീഴ്വഴക്കം ഒരു നിയമമായി മാറും. അതുകൊണ്ട് CBI നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ അന്വേഷണത്തിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് ആ നിയമപരമായ പ്രശ്നങ്ങളുടെ പരിമിതികളെ മറികടക്കേണ്ട ബാധ്യത ഒരു ജനാധിപത്യ ഗവൺമെന്റ് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് തുടക്കത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് എന്തിനായിരുന്നു ഹസ്കർ? പക്ഷേ കൃത്യമായും കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ലൈഫ് മിഷനിലെ അഴിമതി അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ലൈഫ് മിഷനിലെ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ലേ? അതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കേസെടുപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം നടക്കുമ്പോൾ അതിലെ പരിമിതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇതിൽ UAE കോൺസുലേറ്റും UAE കോൺസുലേറ്റ് ജനറലും അതുപോലെ തന്നെ രാജ്യം അതിർത്തി കടന്നിട്ടുള്ള ഏജൻസികളും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിജിലൻസിന് ആ കേസിൽ അന്വേഷിക്കുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ആ പരിമിതി കൊണ്ടാണ് വിജിലൻസിന്റെ അന്വേഷണത്തിന് പകരം CBI അന്വേഷിക്കണമെന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. അല്ലാതെ ഈ CBI അന്വേഷണത്തിൽ അൺനോൺ ലൈഫ് മിഷന്റെ ഒഫീഷ്യൽസിനെതിരെയാണ് FIR എടുത്തിട്ടുള്ളത്. അത് മറ്റൊരു ഘടകമായി ചിത്രീകരിച്ച് ഈ ഘട്ടത്തിൽ ഏത് ക്രിമിനൽ MCയിൽ ഇടപെടാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്തിയത്. അല്ലാതെ CBI അന്വേഷണത്തെ ബ്ലാങ്കറ്റ് പെർമിഷനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തതെന്ന് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചലഞ്ചബിൾ ഓർഡറാണ്. ആ ചലഞ്ചബിൾ ഓർഡർ ഗവൺമെന്റിനോ അല്ലെങ്കിൽ അതിൽ അഗ്രീഡ് പാർട്ടീസിനോ നിശ്ചയമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാൻ കഴിയും. രണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ളത് ലൈഫ് മിഷനാണ്. ആ വസ്തുത മനസ്സിലാക്കാതെയാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ പറയുന്നത് റെഡ് ക്രസന്റിന് ഫ്ലാറ്റ് നിർമ്മാണത്തിന് അനുമതി ഇലക്ട്രിസിറ്റിക്ക് അനുവാദം കൊടുത്തത് ആർക്കാ സാറേ? നിങ്ങൾ എന്ത് കള്ളത്തരമാണ്? ലൈഫ് മിഷൻ അനുവാദം കൊടുത്താൽ എങ്ങനെയാണ് യൂണിടെക് അവിടെ ബിൽഡിംഗ്? നിങ്ങൾ അതിന്റെ പെർമിറ്റിന്റെ കോപ്പി പരിശോധിക്കൂ. നിങ്ങൾ അതിന്റെ പെർമിറ്റ് പറയുന്നത് ലൈഫ് മിഷൻ അനുവാദം നിങ്ങൾ പെർമിറ്റ് പരിശോധിക്കൂ. നിങ്ങൾ ഇങ്ങനെ നുണ പറയാതെ, നിങ്ങൾ 1000 വട്ടം ഈ നുണ പറഞ്ഞാലും നമ്മുടെ മുന്നിലുള്ള വസ്തുതകളെ മറച്ചു വെക്കാനാവില്ല. ആ ബിൽഡിംഗ് പെർമിറ്റ് നൽകിയിരിക്കുന്നത് ഞാൻ ഖണ്ഡിക്കുന്നത് നിങ്ങൾ പുകമറ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ചർച്ചയെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. ആ പെർമിഷൻ നൽകിയിരിക്കുന്നത് ലൈഫ് മിഷനാണ്. ലൈഫ് മിഷനാണ് ആ പെർമിഷൻ നൽകിയിട്ടുള്ളത്. അങ്ങനെ പരിശോധിക്കൂ രേഖകൾ. ഞാൻ തുറന്ന് പുറത്തു വരാൻ പറയുന്നത്
രേഖകൾ പരിശോധിക്കാൻ വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾ- സർക്കാരിന്റെ ഭൂമിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് കയറി ഒരു ബിൽഡിംഗ് പണിയാനുള്ള എന്ത് അവകാശം ഒരു സർക്കാർ ഭൂമിയിലുണ്ട്? അങ്ങേക്ക് ഒരു പെട്ടിക്കട പണിയാൻ സാധിക്കുമോ സർക്കാർ? അല്ല, അതവിടെ നിൽക്കട്ടെ. പെട്ടിക്കടയൊക്കെ പിന്നെ പണിയാൻ ഉല്ലാസ് ബാബു. നിങ്ങൾ ആ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഡ് ക്രസന്റും നിങ്ങൾ ആ മെമ്മറാണ്ടം എന്നെ ചർച്ച എന്റെ സമയം നിങ്ങൾ ഇങ്ങനെ അപഹരിക്കാതെ എനിക്ക് മറുപടി പറയാൻ അവസരം തരൂ. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. മറുപടി പറയാനുള്ള അവസരം നൽകാം. ചർച്ചയുടെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. ഇടവേളയിലേക്ക് പോകുന്നു. പെട്ടെന്ന് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചെത്താം. ജനം ഡിബേറ്റ് അന്തിമഘട്ടത്തിലേക്ക് അവസാനത്തെ 6 മിനിറ്റിലേക്ക് പോവുകയാണ്. 3 പേർക്കും 2 മിനിറ്റ് വീതം സംസാരിക്കാം. ആദ്യം ശ്രീ എൻ പീതാംബരക്കുറുപ്പ്, പെട്ടെന്ന്. സംസ്ഥാന ഗവൺമെന്റുകൾ പലതും ഇന്ത്യ ഗവൺമെന്റ് ഒറ്റയ്ക്കും പല ഘട്ടങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പല സംഘടനകളുടെ പേരിലും പല ഓർഗനൈസേഷന്റെ പേരിലുമൊക്കെ പല സർവീസ് കാര്യങ്ങളും രാജ്യത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ അലങ്കോലമായി നിൽക്കുകയോ അവസാനിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ നിക്ഷിപ്തമായ വ്യക്തമായ നിയമാവലി ഉണ്ട്. ഇത് വിദേശ രാജ്യത്തെ അല്ല, വിദേശ സംഘടനകളുടെ ആണ്. സംഘടനയും രാജ്യവും എന്ന് പറയുമ്പോൾ ഒരു ന്യായമായ വ്യത്യാസമുണ്ട്. ആ സംഘടന ഇവിടെ ഏർപ്പെടുത്താൻ സഹായിക്കാൻ തീരുമാനിച്ച കാര്യത്തിൽ ഗവൺമെന്റ് അധികമായി അകത്തേക്ക് കയറി ഇടപെടുകയും ഗവൺമെന്റ് തന്നെ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കയറി അവതാരം കൊള്ളുകയും അതിൻ്റെ കൊള്ളയായിരുന്നു ലക്ഷ്യമെന്ന് പിന്നീട് ജനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബോധ്യമാവുകയും ചെയ്തു. ഈ കൊള്ളയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഈ തീയിൽ കൈ തൊട്ടവന് പൊള്ളും എന്നുള്ളത് സത്യമാണ്. കോടതിയും CBIയും ഒക്കെ അന്വേഷിക്കാൻ വന്നത് വഴി ഉണ്ടായിരിക്കുന്ന വാർത്ത കാരണം, അതായത് ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇപ്പോൾ കേരളത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഒന്ന്, സർക്കാർ തൊട്ടിട്ട് ഇതാണ് സ്ഥിതി, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തൊട്ടാൽ ഇതാണ് സ്ഥിതി, സംഘടനകൾ തൊട്ടാൽ ഇതാണ് സ്ഥിതി എന്ന നിലയിൽ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വിലയുള്ളതാണെങ്കിലും ഇതുമായി പുറത്തു പോകുന്ന കുട്ടികൾ വല്ലാതെ വിഷമിച്ചു. അതിന് കാരണം ഇവിടെ മാർക്ക് മോഷണത്തിന്റെയും പരീക്ഷാ പേപ്പർ മോഷണത്തിന്റെയും ഏർപ്പാടുകളിൽ അനുസ്യൂതം നടക്കുന്നു എന്ന വാർത്തയാണ് അതിന് കാരണം. ഇവിടെ ഈ യൂണിറ്റോക്കും ലൈഫ് മിഷനും ഒക്കെ വന്നത്, അവരൊക്കെ വന്നതിന്റെ നേർവഴികളിൽ കൂടി വന്നില്ല എന്നതാണ് ഇതിന്റെ അപകടത്തിന് കാരണം. ഒരു പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞാൻ സമയം തീരുകയാണ്, അതുകൊണ്ട് ഇടപെടുകയാണ്. ശ്രീ ഹസ്കർ, അങ്ങനെ നേരായ വഴിയിലൂടെ വന്നില്ല എന്നതാണ് അപകടം. അപ്പോൾ ആ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരിൽ മാത്രമായി നമുക്ക് ചുരുക്കിക്കെട്ടാനാകുമോ? പെട്ടെന്ന്. അതല്ല, ഇതിൽ കാണേണ്ടത് ലൈഫ് മിഷനും യൂണിടാക്കുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളല്ല പ്രശ്നം. ലൈഫ് മിഷനുമായി ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളിലാകമാനം എവിടെയെങ്കിലും ആരെങ്കിലും കിക്ക് ബാക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവർ നിയമത്തിൻ്റെ മുന്നിൽ എത്തപ്പെടേണ്ടതും അത്തരം ജാഗ്രത കുറവിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വവും അനാവരണം ചെയ്യപ്പെടേണ്ടതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിന് അന്വേഷണ ഏജൻസികൾ സുധീരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ സ്വാഗതം ചെയ്യണം. ഞാൻ ഈ ചർച്ചയിൽ ആദ്യമേ ഉന്നയിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ മരപ്പാവകളല്ലാത്ത ഒരു അന്വേഷണ ഏജൻസിയാണെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ ചരിത്രം, CBIയുടെ ചരിത്രം എന്ന് പറയുന്നത് എല്ലാ അവസാനമായി ഏത് ഏജൻസി അന്വേഷിച്ചാലാണ് തൃപ്തിയാവുക? നമുക്ക് ഇവിടെ നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ വസ്തുതകൾ പുറത്തു വരും. ഇതിൽ ആരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ടോ അവരെല്ലാം വെള്ളം കുടിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് CBI കേന്ദ്ര സർക്കാരിന്റെ മരപ്പാവ, NIA കേന്ദ്ര സർക്കാരിന്റെ മരപ്പാവ, കസ്റ്റംസ് എല്ലാവരും അങ്ങനെ മരപ്പാവകളാണ്. ഏത് ഏജൻസി അന്വേഷിച്ചാലാണ് സംസ്ഥാന സർക്കാരിന് തൃപ്തിയാവുക, അല്ലെങ്കിൽ CPMന് തൃപ്തിയാവുക? അങ്ങനെ CBI അന്വേഷിച്ചോട്ടെ, പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ CBI അന്വേഷിക്കുന്നു അത് അനുവദിക്കൂ. അപ്പോൾ ഈ അപ്പീലിന്റെ ആവശ്യമില്ലല്ലോ, അത് അനുവദിക്കൂ. അപ്പീൽ പോകേണ്ട എന്ന് തീരുമാനിക്കൂ. ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി
അല്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചതും സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുമാണ്. അദ്ദേഹത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പീൽ പോകണ്ട എന്ന് കൂടി തീരുമാനിക്കൂ. പ്രശ്നം തീർന്നില്ലേ? ഈ ചർച്ചയുടെ ആവശ്യമേ ഇല്ല. അപ്പീൽ പോകണ്ട. നിയമപരമായ പ്രശ്നങ്ങളിൽ അപ്പീൽ പോയല്ലേ മതിയാകൂ. നിയമപരമായ പ്രശ്നങ്ങളിൽ അപ്പീൽ പോയേ മതിയാകൂ. അതാണ് ഇരട്ടത്താപ്പ്. CBI അന്വേഷിക്കട്ടെ എന്ന് പറയുകയും CBI അന്വേഷണത്തിനെതിരെ അപ്പീൽ പോവുകയും ചെയ്യുന്നു. ഉല്ലാസ് ബാബു, പെട്ടെന്ന്. ഇതിൽ വളരെ പെട്ടെന്ന് പറയേണ്ട കാര്യമുണ്ട്. ശ്രീ ഹസ്കർ പറഞ്ഞത് മറ്റേ മരപ്പാവ, കേന്ദ്ര സർക്കാരിൻ്റെ മരപ്പാവയല്ലാത്ത അന്വേഷണ ഏജൻസി. അദ്ദേഹം പറയുന്നത് കേരള സർക്കാരിൻ്റെ മരപ്പാവയായിട്ടുള്ള വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്നാണ്. രണ്ട്, ഇദ്ദേഹം ആകെ അംഗീകരിക്കുന്ന ഏജൻസി എന്ന് പറഞ്ഞത് AK ബാലനും ശ്രീമതി ടീച്ചറും കൊണ്ടുപോയിട്ട് ആ ശശീൻ്റെ അന്വേഷണത്തിന് പോയില്ലേ, അങ്ങനെ ഒരു ഫ്രീക്വൻസി ടെസ്റ്റും കൊണ്ടുപോയി അന്വേഷിച്ചാൽ ഹസ്കർ അംഗീകരിക്കും. മൂന്നാമത്തെ കാര്യം, വിജിലൻസ് അന്വേഷണം കൊടുത്തു, വിജിലൻസ് അന്വേഷണം നടത്തി എന്ന് പറഞ്ഞ് വലിയ വീമ്പളക്കുന്നതായിട്ട് ഞാൻ കേട്ടു. വിജിലൻസ് അന്വേഷണം, ഈ ലൈഫ് മിഷൻ അഴിമതി ഉയർന്നു വന്ന 100 ദിവസം വരെ അതും അടയിരുന്ന ചരിത്രമൊന്നും കേരളം മറന്നിട്ടില്ല ഹസ്കറെ. അതുവരെ എന്തിനു നിങ്ങൾ അടയിരുന്നു? രണ്ട്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും ഹസ്കറെ. ഇടുക്കി ഡാം തുറന്ന വെള്ളം മൊത്തം കുടിക്കേണ്ടി വരും 21 പേരടങ്ങുന്ന നിങ്ങളുടെ ക്യാബിനറ്റ്. ഒരു സംശയം വേണ്ട. രണ്ട്, നിങ്ങൾ പറഞ്ഞൊരു വലിയൊരു തെറ്റും നുണയും ഞാൻ എതിർക്കട്ടെ. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ലൈഫ് മിഷനും റെഡ് ക്രോസുമായിട്ടുള്ള ലൈഫ് മിഷന് റെഡ് ക്രോസ് കൊടുത്ത സംഭാവനയാണ്. പ്രഥമ ദൃഷ്ടിയ വ്യക്തമല്ലേ കാര്യത്തിൽ? എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷനും റെഡ് ക്രോസും തമ്മിൽ ഉണ്ടാക്കേണ്ട ഒരു കരാറ്, ഇങ്ങനെ ലഭിച്ച ഒരു സാമ്പത്തിക സ്രോതസ്സും ഒരു കരാറും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ അത് മാറ്റിക്കൊണ്ട് തുടർ കരാർ ഇവരെ കൊണ്ട് ഒപ്പിടിക്കാതെ ഈ സന്തോഷ് ഈപ്പൻ്റെ ഈ യൂണിടാക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കൗൺസിലേറ്റും തമ്മിൽ എടുത്തത്? മൂന്നാമത് ഒരാളിലേക്ക് പണം പോയത് എന്ത് അടിസ്ഥാനത്തിലാണ്? മൂന്നാമത് ഒരാൾക്ക് കേരള സർക്കാരിൻ്റെ ഭൂമിയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് പെർമിറ്റ് പോയി നോക്കൂ സഹോദര എന്ന് പറയുന്നതല്ല മറുപടി. അത് തെറ്റായിരുന്നു. അങ്ങയുടെ സർക്കാരിൻ്റെ 100% കഴിവുകേടായിരുന്നു, അല്ലെങ്കിൽ അഴിമതി നടത്താനുള്ള ചാലുവെട്ടിയതായിരുന്നു. അത് ഞങ്ങൾ തുറന്നു പറഞ്ഞതാണ്. എന്തായാലും സമയം തീർന്നത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ചോദ്യങ്ങൾ തുടരുകയാണ്. CBI അന്വേഷണമാകട്ടെ എന്ന നിലപാട് ഒരു വശത്ത്, മറുവശത്ത് CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാം എന്ന ഒരു നിലപാട് മറ്റൊരു വശത്ത്. ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനു കൂടി പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് മാനദണ്ഡം എങ്കിൽ അസംബ്ലി ഇലക്ഷനിൽ, നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകേണ്ടി വരും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ N. പീതാംബരക്കുറുപ്പ്, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് BN ഹസ്കർ ഈ ചർച്ച സജീവമാക്കിയതിന്. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.